ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിലെ മനുഷ്യകുരുതിയിൽ നിന്ന് രക്ഷ നേടിയാണ് 27-കാരിയായ യുവതി ചാടിലെത്തിയത്. അവളുടെ ഭർത്താവ് സുഡാനിൽ അക്രമികളുടെ വെടിയേറ്റു മരിച്ചിരുന്നു. ചാടിലേക്കുള്ള വഴിയിൽ പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ കരച്ചിൽ അവൾ കേട്ടിരുന്നു. ദുരിത ജീവിതത്തിൽ താൽക്കാലികമായെങ്കിലും ശമനമുണ്ടാകുമെന്ന് കരുതിയാണ് അവർ ചാടിലേക്ക് കടന്നത്. എന്നാൽ അവിടെയും ക്രൂരമായ ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നതിന്റെ കഥയാണ് ഈ യുവതി പറയുന്നത്. അവളുടെ അടുത്തുള്ള തൊട്ടിലിൽ 7 ആഴ്ച പ്രായമുള്ള മകൻ കിടക്കുന്നുണ്ട്. പണം വാഗ്ദാനം ചെയ്ത് തന്നെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ സന്നദ്ധ പ്രവർത്തകന്റെ കുഞ്ഞാണിതെന്ന് അവൾ പറയുന്നു. 4 മക്കൾ കൂടി അവൾക്കുണ്ട്. കുഞ്ഞുങ്ങൾ വിശന്നു കരയുമ്പോൾ വേറെ വഴിയില്ലായിരുന്നു. തന്റെ നിസ്സഹായാവസ്ഥയെ അവർ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന് കണ്ണീരോടെ പറയുകയാണ് ആ യുവതി. പ്രതികാരം ഭയന്ന് തങ്ങളുടെ പേര് വെളിപ്പെടുത്തരുതെന്ന അഭ്യർത്ഥനയോടെയാണ് അസോസിയേറ്റഡ് പ്രസിനോട് സ്ത്രീകൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചത്. മനുഷ്യാവകാശ പ്രവർത്തകരും പ്രാദേശിക സുരക്ഷാ ഉദ്യോഗസ്ഥരും ലൈംഗിക ചൂഷണം നടത്തുന്നതായാണ് സ്ത്രീകൾ വെളിപ്പെടുത്തുന്നത്. പണവും ജോലിയും മറ്റ് സഹായങ്ങളും വാഗ്ദാനം ചെയ്താണ് ചൂഷണം. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ചാടിലേക്ക് അഭയാർത്ഥികളായി എത്തുന്നത്. ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. 20,000 ആളുകൾ സുഡാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളതായാണ് വിവരം. സുഡാൻ അതിർത്തിയിൽ 3 സ്ത്രീകൾ അസോസിയേറ്റഡ് പ്രസുമായി സംസാരിച്ചു. മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കാൻ വിസമ്മതിച്ച 7 സ്ത്രീകളുടെ അനുഭവം സൈക്കോളജിസ്റ്റായ ഡാരൻ സലാം ഉമറാണ് പങ്കുവച്ചത്. സഹായങ്ങൾ ലഭിക്കുന്നതിനായി ലൈംഗിക ചൂഷണത്തിന് വഴങ്ങേണ്ടി വന്ന ദുരവസ്ഥയാണ് സ്ത്രീകൾ പറയുന്നത്. ഇവരിൽ പലരും ഗർഭിണികളായതിനാൽ അബോർഷന് സഹായം തേടിയാണ് ഇവർ തന്നെ സമീപിച്ചതെന്ന് ഡാരൽ പറയുന്നു. സ്ത്രീകൾ മാനസികമായി തകർന്നിരിക്കുകയാണെന്നും ഇത്തരമൊരവസ്ഥയിൽ ഭർത്താവില്ലാതെ ഒരു സ്ത്രീ ഗർഭിണിയാകുന്നത് ചിന്തിച്ചു നോക്കുമെന്നും ഡാരൽ ഉമർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. യുദ്ധവും കലാപങ്ങളുമുള്ള നാടുകളിൽ സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നത് അസാധാരണമല്ല. ഇത്തരം ഘട്ടങ്ങളിൽ സന്നദ്ധ സംഘടനകൾ വലിയ പ്രതിസന്ധിയാണ് നേരിടാറുള്ളത്. ഇരകളുടെ സുരക്ഷ പ്രധാനമായതിനാൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ വെളിപ്പെടുത്താറില്ലെന്ന് UN അഭയാർത്ഥി ഏജൻസി പറയുന്നു. അഭയാർത്ഥി ക്യാമ്പുകളിൽ സ്ത്രീകൾക്കായി സുരക്ഷിത ഇടങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ബോധവൽക്കരണ ക്ലാസുകൾക്കൊപ്പം സൗജന്യ ടോൾ ഫ്രീ നമ്പറുകളും ഫീഡ്ബാക്ക് ബോക്സുകളും ഉണ്ടെന്നും UN പോപ്പുലേഷൻസ് ഫണ്ട് പ്രതിനിധിയായ യവാൻഡെ ഉഡിയ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും തങ്ങൾക്കറിയില്ലെന്നാണ് സുഡാനികൾ പറയുന്നത്. റെയ്ഡ് എന്ന വ്യാജേന സൈനികർ സുഡാനി സ്ത്രീകളെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തെത്തിയിരുന്നു. ബലാത്സംഗം ചെയ്യാൻ സൈനികൻ ഭീഷണിപ്പെടുത്തിയാൽ സ്വയം കുത്തി മരിക്കണമെന്ന് രക്ഷിതാക്കൾ പെൺകുട്ടികൾക്ക് നിർദ്ദേശം നൽകുന്നു എന്നതായിരുന്നു ദയനീയമായ മറ്റൊരു വാർത്ത. പീഡനങ്ങളിൽ നിന്ന് സ്വയം രക്ഷ നേടാൻ പെൺകുട്ടികളുടെ കയ്യിൽ രക്ഷിതാക്കൾ കത്തിയേൽപ്പിക്കുന്നുവെന്നാണ് UN പറയുന്നത്. പീഡനശ്രമം ചെറുക്കാൻ സ്ത്രീകൾ സൈനികരുടെ മുന്നിൽ നിന്ന് നദിയിലേക്ക് എടുത്തു ചാടുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു.